ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സൈനൈഡ് ജോളി കൂടത്തായി കൊലപാതകത്തിലെ സൈനൈഡ് ജോളി നമ്മൾ ആരും മറന്നു കാണത്തില്ല. മറക്കാനും പറ്റില്ല. 6 പേർക്ക് സൈനൈഡ് കൊടുത്ത് കൊന്ന ജോളിയെ നമ്മൾ ആരും മറന്നിട്ടില്ല. അപ്പൊ നമുക്ക് ജോളിയുടെ പുതിയ മുഖം ഒന്ന് കണ്ടിട്ട് വരാം. നമുക്കൊരു വീഡിയോ കണ്ടിട്ട് വരാം. എന്തായാലും ജോളി പൊളിച്ചിട്ടുണ്ട്. ഞാൻ പറയാലോ, എനിക്ക് ഈ ജോളിയുടെ പുതിയ ഈ സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം എനിക്ക് ഈ സ്ത്രീ അപ്പോഴേ താല്പര്യമില്ലായിരുന്നു. മുട പിടിച്ച സ്ത്രീ അല്ല, ഇത്രയും പേരെ കൊന്നതല്ലേ എന്തോ. ശരിക്കും പറഞ്ഞ ഒരു കുടുംബത്തിലെ 6 പേരെ കൊന്ന ഇവര് ഒരു ടൂർ പോകുന്ന ലാഘവത്തോടു കൂടിയാണ് പോലീസുകാരുടെ കൂടെ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് ചെന്നിരിക്കുന്നത്. ഒരു 6 പേരെ, അതായത് ഒരു കുഞ്ഞു കൊച്ചടക്കം 6 പേരെ കൊന്നിട്ട് ഇത്രയ്ക്ക് ഇളവ് കൊടുക്കാനായിട്ട് മാത്രം നമ്മുടെ നിയമം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഒരു കുഞ്ഞ് അടക്കമാണ് 6 പേരെ ഇവർ കൊന്നത്. എന്നിട്ട് എന്തുമാത്രം ഇളവുകളും കാര്യങ്ങളും ഒക്കെയാണ് പരീക്ഷ എഴുതാനായിട്ട്. പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം മാത്രമാണ് ഈ ജോലിക്കുള്ളത്. അപ്പോ ഇങ്ങനെ പഠിച്ചിട്ട് ഇവർ എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത്? അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും ഇവരെന്തായാലും ഇനിയിപ്പം പുറത്തിറങ്ങി കഴിയുമ്പോൾ ഈ പഠിച്ചത് വെച്ചിട്ട് ഇവർക്ക് എന്തായാലും ജോലി കാര്യങ്ങൾ അതിനാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അല്ലാതെ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കുന്ന ഒരു വ്യക്തി പഠിക്കാൻ വലിയ കാര്യമൊന്നും ഇല്ല. അപ്പം മനസ്സിലാവുന്നില്ല എന്താണ് ഇവിടെ നടക്കുന്നത്. ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഇവര് വെറും 6 എന്തോ ഈച്ചകളെ നിസ്സാരമായിട്ട് കൊന്നിട്ട് ജയിലിൽ പോയ ഒരു കണക്കാണ്. 6 ഈച്ചകൾ. സിനിമാ നടിയെ പോലെയാണ് ഇപ്പൊ ഇരിക്കുന്നത്. സൗന്ദര്യം ഒത്തിരി കുറവാണെന്ന് പറയുന്നില്ല, എന്നാലും പോയ പോലെ അല്ല ഇപ്പൊ പുള്ളിക്കാരത്തിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് ബ്യൂട്ടി പാർലറിലും കാര്യങ്ങളിലൊന്നും പോകണ്ട. എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് ജയിലിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞ് തിരിച്ചിറങ്ങുന്ന സമയത്ത് നമ്മളൊക്കെ സുന്ദരികളായിട്ട് തിരിച്ചിറങ്ങും. അതാണ് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. ഇത്രയും ഈ 6 പേരെ കൊന്നിട്ട് ഈ സ്ത്രീ അടുത്തിരിക്കുന്ന പോലീസിനോട് കുശലം പറഞ്ഞിരിക്കുകയാണ്. ജോളിയായിട്ടാണ് ജോലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ കണ്ടപ്പം എന്റെ മനസ്സിലേക്ക് ആദ്യം വന്നത് ആ കുഞ്ഞു കൊച്ചിന്റെ മുഖമാണ്. ആ ഒരു പിഞ്ചു കുഞ്ഞിനെയും കൂടിയാണ് ഇവൾ ഇല്ലാതാക്കിയത്. ആ കുഞ്ഞിന്റെ മുഖമാണ് എന്റെ മനസ്സിലേക്ക്. ജീവിക്കാനായിട്ടുള്ള അവകാശം വളരെ ചെറുപ്പത്തിൽ തന്നെ തട്ടിപ്പറിച്ചിട്ടൊരു ക്രൂരത കാണിച്ച ഇവള് എത്ര ഫ്രീ ആയിട്ടാണ് ഇന്ന് അവിടെ ഇരുന്നും കൊണ്ട് പോലീസുകാരുടെ അടുത്ത് തന്നെ തമാശയും പറഞ്ഞ് ചിരിച്ചു ഉല്ലസിച്ചു. ക്യാമറ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കണ്ടപ്പോ പോലീസുകാരുടെ അടുത്ത് തമാശ പറയുന്നത് കൂട്ടി, എന്നിട്ട് പോലീസുകാരിനെ ഇപ്പുറത്തോട്ട് മാറ്റി അവള് അപ്പുറത്തോട്ട് മാറി ഇരിക്കുന്നു. എന്ത് തരം സിസ്റ്റമാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. എന്തായാലും ഹിസ്റ്ററി അവരെ ഹിസ്റ്ററി കണ്ടാലറിയാം ഭയങ്കര നല്ല. എന്തായാലും ജോളിക്ക് നല്ലൊരു ചരിത്രമുണ്ട്. ഇനിയിപ്പോ ബാക്കിയുള്ള ചരിത്രവും കൂടി പഠിച്ചിറങ്ങിയിട്ട് ഇനി ഇവിടെ എന്ത് ഭൂകമ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ദൈവത്തിന് മാത്രം. ഇത്രയും പേരും കൊന്നതിന് ശേഷം വധശിക്ഷ എന്നുള്ളൊരു സംഭവം ഇവർക്ക് കൊടുത്തിട്ടില്ലേ? അത് ശരിയാണ്. 6 പേർക്ക് വിഷം കൊടുത്തു കൊന്നു. എന്നിട്ട് എന്തുകൊണ്ട് ജോളിക്ക് വധശിക്ഷ കിട്ടുന്നില്ല? ഇവിടെ ഷാരോൺ കേസിൽ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ കൊടുത്തിട്ടുണ്ട്. 6 പേരെ കൊന്ന ജോളിക്ക് എന്തുകൊണ്ടാണ് വധശിക്ഷ കിട്ടാത്തത്? അത് വിഷം കൊടുത്തത് കുഞ്ഞു കൊച്ചടക്കം ഒടുക്കിയിട്ട് എന്തുകൊണ്ട് ഇവർക്ക് വധശിക്ഷ കിട്ടുന്നില്ല? ഗ്രീഷ്മ ഒരാളെ കൊന്നിട്ടുള്ളൂ. പക്ഷെ ഈ സ്ത്രീ ഭീഷ്മ അവളുടെ കാമുകന് വിഷം കൊടുത്തു കൊന്നു. നമ്മളെല്ലാവരും കണ്ടതാണ്. വധശിക്ഷ വിധിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും ആ ഒരു ശിക്ഷ വിധിച്ച സമയത്ത് വളരെ ഹാപ്പി ആയിരുന്നു. ഒരുപാട് പേരുടെ പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ഷാരോന്റെ കുടുംബത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത്. പക്ഷെ എന്തുകൊണ്ട് 6 പേരെ കൊന്ന കുഞ്ഞു കൊച്ചടക്കം 6 പേരെ കൊന്ന ഇവർക്ക് എന്തുകൊണ്ട് വധശിക്ഷ കൊടുക്കുന്നില്ല? മാനസാന്തരപ്പെട്ടത് കൊണ്ടാണോ? ഇവരുടെ മാനസാന്തരം നമുക്ക് വകവെക്കാൻ കൊള്ളാവുന്നതാണോ? ഇവരിനി പഠിച്ച് ജോലിക്ക് കിട്ടി പുണ്യപ്രവൃത്തി എങ്ങാനും ചെയ്യാനാണോ എന്തോ ഈ പഠിക്കുന്നത്? പുണ്യപ്രവൃത്തിയല്ല, വേറെ വല്ല പ്രവൃത്തിയായിരിക്കും ചെയ്യാൻ പോണം. എന്തായാലും ഇതിനോടൊക്കെ എനിക്ക് പുച്ഛമാണ് തോന്നുന്നത്. സാധാരണ ഞാൻ ഇങ്ങനെയൊന്നും സംസാരിക്കാറില്ല. പക്ഷെ ഭയങ്കര വിഷമം തോന്നുവാണ്. കാരണം എന്താണ് നമുക്ക് ഇവിടെ ഒരു സുരക്ഷിതത്വം കിട്ടുന്നത്? കാരണം തെറ്റ് ചെയ്യുന്നവർ അവർ പിന്നീട് സുഖിച്ചാണ് ജീവിക്കുന്നത്. അവർക്ക് എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ്. പോലീസ് എസ്കോർട്ടോട് കൂടി പരീക്ഷ എഴുതാൻ പോകുന്നു. എന്തൊക്കെയാടാ ഇവിടെ നടക്കുന്നത്? മനസ്സിലാവുന്നില്ല. എന്തായാലും കമന്റ്സ് നോക്കാം. അതെ, കമന്റ്സ് ഒരുപാട് വന്നിട്ടുണ്ട്. ഈ റീൽസിന്റെ താഴെ ഒരുപാട് കമന്റ്സും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അതൊന്നും നമുക്ക് ഇവിടെ വായിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. നമ്മളൊക്കെ പറയുന്ന അഭിപ്രായവും കാര്യങ്ങളൊക്കെ തന്നെയാണ് കമന്റ്സ് ആയിട്ട് വന്നിട്ടുള്ളത്. എന്തായാലും നല്ല സങ്കടമുണ്ട് ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസ് പുറത്തു വരുന്ന സമയത്ത്. ആ ഒരു സമയത്ത് ഈ കേസൊക്കെ പുറത്തിറങ്ങിയ സമയത്ത് നമ്മളൊക്കെ എന്തുമാത്രമായിട്ട് ഈ വാർത്തയും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് നമ്മളൊക്കെ എന്തുമാത്രം ദുഃഖിച്ചിട്ടുണ്ട്. നമുക്കൊക്കെ ഒരു പുച്ഛം മാത്രമാണ് ഇപ്പം
ഈ ജോളിക്ക് തന്നെ ഈ നിയമത്തിനോടും എല്ലാത്തിനോടും ഒരു പുച്ഛം ആണ്. കാരണം എന്ത് ചെയ്താലും ചെയ്യില്ല എന്നുള്ളൊരു ധാരണയുണ്ട് അവരുടെ ഇരിപ്പും ഭാവവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു പുച്ഛഭാവമാണ്. എന്തിനോടായിരിക്കും പുച്ഛഭാവം? നിങ്ങൾ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. നമ്മുടെ ഈ സിസ്റ്റമേ ശരിയല്ല. കാരണം ഒന്നും തെറ്റ് ചെയ്യാത്തൊരു മധുവിനെ ആഹാരത്തിന് വേണ്ടിയിട്ട് കൊന്നു കളഞ്ഞു. പക്ഷെ ഈ സ്ത്രീ ആ സമയത്ത് എന്താണ് ചെയ്യേണ്ടത്? ശരിക്കും പറഞ്ഞാൽ അവരെ വെട്ടിക്കൊല്ലണമായിരുന്നു. ഓക്കെ, അപ്പം നിങ്ങൾ ഈ റീല് കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതിന്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. കൂടുതലൊന്നും ഇതിനെക്കുറിച്ച് പറയാനില്ല. കാരണം ഇത് കണ്ടപ്പോൾ മനസ്സിന് ഒരുപാട് വിഷമം തോന്നി. സത്യമായിട്ട് നല്ല വിഷമം തോന്നി. അതെ, സർക്കാർ ജോലി തന്നെ കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. എന്തായാലും നിങ്ങൾ പഠിപ്പിക്കാനായിട്ട് കൊണ്ടുപോകുന്നുണ്ടല്ലോ. അപ്പൊ നിങ്ങളുടെ ചിലവിൽ നിങ്ങൾ പഠിപ്പിക്കാനായിട്ടൊക്കെ വണ്ടിയിലും എല്ലാത്തിലും കൊണ്ടുപോയി എസ്കോർട്ടോട് കൂടിയ പരീക്ഷ എഴുതാനും എല്ലാത്തിനും കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ എന്താ ചെയ്യുക, ഈ പഠിത്തമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നല്ലൊരു ജോലിയും കൂടി അങ്ങോട്ട് ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ ശുഭമായി. ഓക്കെ, അപ്പം നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ അഭിപ്രായം താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ.